ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഖൂലുല്ലാഹു അസ്സ വജല്ല ലിജന്നതിഹി, അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തോട് വിളിച്ചു പറയും, സ്വർഗ്ഗത്തിനോട് പറയും, നീ തയ്യാറായിരുന്നോ, നീ തയ്യാറായിക്കോ, നീ നല്ല ഭംഗിയായി തയ്യാറായിക്കോ. ആർക്ക് വേണ്ടിയാണ്? ലിഇബാദി, എന്റെ അടിമകൾക്ക് വേണ്ടിയാണ്. ദുനിയാവിലുള്ള എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ച്, എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് എനിക്ക് ഇബാദത്ത് ചെയ്ത് എനിക്ക് വേണ്ടി അന്നപാനീയങ്ങൾ ഒഴിവാക്കി, ഭക്ഷണങ്ങൾ ഒഴിവാക്കി, പാനീയങ്ങൾ ഒഴിവാക്കി, എല്ലാ വികാര വിചാരങ്ങളും ഒഴിവാക്കി, എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും മാറ്റി നിർത്തി എനിക്ക് ഇബാദത്ത് ചെയ്ത് നോമ്പ് പിടിച്ചവനാണ്. അവൻ റാഹത്തെടുക്കാൻ വേണ്ടി വരുന്നതാണ് സ്വർഗം. അതുകൊണ്ട് നീ അവനിക്ക് വേണ്ടി തയ്യാറായിക്കോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ സ്വർഗത്തിനോട് പറയോ. അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന മഹത്വമാണ് നോമ്പുകാർക്ക് നൽകുന്ന മഹത്വം. നോമ്പ് നോമ്പായിരിക്കണം. നോമ്പ് പിടിച്ച് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, അതിന്റെ മഹത്വങ്ങൾ, അതിന്റെ ശ്രേഷ്ഠതകൾ, നോമ്പിന്റെ പവിത്രതകളെ നഷ്ടപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ, പ്രവർത്തികൾ ഉണ്ടെങ്കിൽ പിന്നെ നോമ്പല്ല, പട്ടിണി മാത്രമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകൾ, നിസ്കാരങ്ങൾ, മറ്റു സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ.